അറബിക്കടലിലെ കപ്പൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അഡ്വക്കേറ്റ് വി ജെ മാത്യു മാരിടൈം നിയമവിദഗ്ധൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ വി ജെ മാത്യു, ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? അവിടെ ദൗത്യം തുടരുന്നുണ്ട്, ഇപ്പോഴും കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നു, കണ്ടെയ്നറുകളിൽ നിന്ന് ചെറിയ രീതിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു, വലിയ രീതിയിൽ പുക ഉയരുന്നു. ആ ദൗത്യത്തിന്, ആ കപ്പലിന് സമീപത്തേക്ക് എത്താൻ പോലും കഴിയാത്ത തരത്തിലുള്ളൊരു സാഹചര്യം രൂപപ്പെടുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. അതിന് ഈ ഘട്ടത്തിലുള്ള വെല്ലുവിളികൾ ഏത് തരത്തിലാണ്? ഈ കണ്ടെയ്നറുകളിൽ എന്താണ് ഉള്ളത് എന്ന് പോലും വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം രൂപപ്പെടുന്നത് എന്തുകൊണ്ടാണ്, വി ജെ മാത്യു? കപ്പലിനകത്ത് എന്താണെന്നുള്ളത് അറിയാൻ രണ്ട് മാർഗം. ഓൾറെഡി ഞാൻ മനസ്സിലാക്കിയത് ബേപ്പൂർ അഴീക്കലെ പോർട്ട് ഓഫീസർ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായി, പല കാർഗോയുടെ ഡീറ്റെയിൽസും. ഇപ്പൊ നമ്മള് കൊച്ചിയിൽ മുങ്ങിയ MSC എൽസ എന്ന് പറയുന്ന കപ്പലിന്റെ ഡീറ്റെയിൽസ് 4 ആഴ്ച കഴിഞ്ഞിട്ടും പുറത്തു വന്നിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ നമ്മൾ കസ്റ്റംസിൽ ഷിപ്പിംഗ് കമ്പനി ഫയൽ ചെയ്യുന്ന ഇൻബോർഡ് ജനറൽ മാനിഫെസ്റ്റോ നോക്കിയാൽ കാർഗോയുടെ ഡീറ്റെയിൽസ് കിട്ടും. ഈ കേസിൽ മാസ്റ്റർക്ക് ഈ അപകടം ഉണ്ടായി ഉടനെ തന്നെ വെള്ളത്തിൽ ചാടി അവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കപ്പലിൽ നിന്ന് എടുക്കാനുള്ള സാവകാശം കിട്ടിയോ എന്നറിയില്ല. ഇല്ലെങ്കിൽ അവർക്ക് ബോംബെയിൽ നിന്നോ അല്ലെങ്കിൽ കൊളംബോയിൽ നിന്നോ ഇതിന്റെ കോപ്പി എടുക്കണം. അപ്പൊ നമ്മുടെ കോസ്റ്റ് ഗാർഡോ നേവിയോ ആവശ്യപ്പെട്ടാൽ അത് കിട്ടും, DG ഷിപ്പിംഗ് ചോദിച്ചാലും കിട്ടും. പിന്നെ ഈ വാനായുടെ ബോംബെയിലെ ഓഫീസോ കൊച്ചി ഓഫീസറും അവർക്കും ഇതിന്റെ കോപ്പി കാണും. അങ്ങനെ കോപ്പി എടുക്കാനേ കഴിയുള്ളൂ. ഇറ്റ്സ് ടു ഏർലി. അതിനെക്കുറിച്ചൊരു നിയമവശം പറയാൻ ഇപ്പോൾ ആദ്യം ഒന്ന് തീരുമാനമാകട്ടെ. ഇപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയും തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ എത്ര ദൂരെയാണ് അപകടം ഉണ്ടായതെന്ന് ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തെ പോർട്ട് ഓഫീസർ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അദ്ദേഹം എക്യൂപ്ഡ് ആയത് ഈ അപകടപ്പെട്ടവരെ രക്ഷപ്പെടുത്തി ബേപ്പൂർക്ക് അല്ലെങ്കിൽ അഴീക്കൽ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അദ്ദേഹം ഒരു മുൻ നേവി ഉദ്യോഗസ്ഥനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനുള്ള സമയത്ത് പുള്ളിയെ കണ്ടിട്ടില്ല അവിടെ. അപ്പൊ അദ്ദേഹം അതൊരു ആധികാരിക കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഇതിന്റെ ഡിസ്റ്റൻസും കാർഗോയുടെ ഡീറ്റെയിൽസും ഒന്നുകിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് പറയണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കപ്പൽ കമ്പനിയുടെ അവര് ഡീറ്റെയിൽസ് തരണം. അത് നമ്മുടെ ഗവൺമെന്റ് ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ കിട്ടും. മാത്യു, സമീപകാലത്തുണ്ടാവുന്ന രണ്ടാമത്തെ വലിയ കപ്പൽ ദുരന്തമാണ്. അതിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ചില ആശങ്കകൾ രൂപപ്പെടുന്ന സാഹചര്യം. എന്താണ് ഇതിനകത്തുള്ളത് എന്നത് സംബന്ധിച്ചുണ്ടാകുന്ന ആശങ്ക, ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യം, ഇതിൻ്റെയൊക്കെ ഒരു ലീഗൽ വശം എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ ഒരു നിയമവശം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് നോക്കിക്കാണാൻ കഴിയുന്നു, വി ജെ മാത്യു? ഇത് 2 അപകടം ഉണ്ടായെന്ന് പറയുന്നത് ഒരു ആക്സിഡന്റൽ കോയിൻസിഡൻസ് ആണ്. ആരും മനഃപൂർവ്വം കപ്പൽ മുക്കില്ല, അത് സിനിമയിലൊക്കെ ഉള്ളൂ. ഇത് MSCയുടെ കപ്പല് മുങ്ങിയതിനുള്ള കാരണം അന്വേഷിക്കണമെന്ന് ഞാൻ നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞിരുന്നു. അത് അന്വേഷിക്കട്ടെ, എന്തുകൊണ്ടാണ് മുങ്ങിയത്. കാരണം അത് തീ പിടിച്ചല്ല മുങ്ങിയത്. അത് ലിസ്റ്റ് ചെയ്ത് ചരിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ സ്റ്റാക്കിങ്, ലാഷിങ്, അതിൻ്റെ അല്ലെങ്കിൽ പിന്നെ ടെക്നിക്കലായിട്ടുള്ള അതിൻ്റെ ബല്ലാസ്റ്റ് വാട്ടർ വാൽവ് അടഞ്ഞു പോയ കാരണം. പക്ഷെ ഇതിലതല്ല. അതിനകത്ത് കാർഗോ ഉണ്ടായിരുന്നു, ഇൻഫ്ലേമബിൾ കാർഗോ ഉണ്ടായിരുന്നു, അസാഡസ് കാർഗോ ഉണ്ടാകാം. അതിന് തീ പിടിച്ച് ഔട്ട് ഓഫ് കൺട്രോളായി ഇവരെല്ലാവരും വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ 24 hours ആകാറായല്ലോ ആയി, കപ്പൽ ഇപ്പോഴും മുങ്ങിയിട്ടില്ല. ഈ നേവിയും കോസ്റ്റ് ഗാർഡും തീ അണയ്ക്കാൻ ഇപ്പൊ വിജയിച്ചാൽ ഒരു പക്ഷേ ഇത് മുങ്ങാതെ നമുക്ക് ബാക്കിയുള്ള കാർഗോയെങ്കിലും സേഫായിട്ട് വെള്ളത്തിൽ വീഴാതെ എടുക്കാൻ പറ്റും. ഈ കപ്പൽ കമ്പനിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റോൾ, ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെ റോളിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, വി ജെ മാത്യു? അത് നേരത്തെ ഞാൻ ഈ MSCയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഈ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറോ അതിന്റെ കാർഗോയോ അല്ലെങ്കിൽ കപ്പൽ മുങ്ങുകയോ ചെയ്താൽ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ആ കമ്പനിക്കാണ്, കപ്പലിന്റെ ഉടമയ്ക്കാണ്. അതിന്റെ ബോംബെയിലോ കൊച്ചിയിലോ ഓഫീസിനല്ല, അതിന്റെ ഉടമയ്ക്കാണ്. അതാണ് ഇന്റർനാഷണൽ നിയമവും ഇന്ത്യൻ നിയമവും ഒക്കെ പറയുന്നത്. അവിടെയാണ് നമ്മുടെ MSC സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, സ്വന്തക്കാരായതുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളത്. ഈ വാനായി എന്ന് പറഞ്ഞാൽ ചൈനക്കാരും സ്വന്തക്കാരാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പം അതിനും എടുക്കില്ലായിരിക്കും. ഏതായാലും അന്വേഷണം നടത്തിയാൽ നമുക്ക് ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത്, അപകടം ഉണ്ടായതെന്നും നമുക്കൊരു അന്വേഷണം നടത്തണമല്ലോ ഏതെങ്കിലും ഏജൻസി. ഏതായാലും ഇപ്പൊ സെൻട്രൽ ഏജൻസി നേവിയും കോസ്റ്റ് ഗാർഡും ഫ്രണ്ടിലുണ്ട്. ഓഫ് കോഴ്സ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും ഇത് അന്വേഷിച്ച് കേന്ദ്ര സർക്കാരിനെ, അവരാണ് ഇപ്പോൾ കാര്യമായിട്ട് ഇത് നോക്കുന്നത്. ഇപ്പൊ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാനില്ല.
പ്രത്യേകിച്ച് മറ്റ് ഈ നഷ്ടപരിഹാരം പോലുള്ള വിഷയങ്ങൾ അതിന്റെയൊക്കെ ഒരു ലീഗൽ വശം എങ്ങനെയാണ് ശ്രീ വിജയ് മാത്യു? ഇത് മുങ്ങി അല്ലെങ്കിൽ MSC മുങ്ങി അതിൽ നിന്നുണ്ടായ ഇതിനകത്തെ കാർഗോയുടെ ഡീറ്റെയിൽസ് കിട്ടി. അതുകൊണ്ട് ഹസാഡസ് കാർഗോ നമ്മുടെ വെള്ളത്തിൽ ലയിച്ചാൽ ഉണ്ടാകുന്ന അതിന്റെ ഇമ്പാക്ട് തീരദേശത്തും മത്സ്യസമ്പത്തിനും നമ്മുടെ തീരത്തിനും ഒക്കെ ഉണ്ടാകുന്ന ഇമ്പാക്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ കോമ്പൻസേഷൻ തീരുമാനിക്കാൻ. അതുകൊണ്ടാണ് ഇതിലൊക്കെ ഒരു അന്വേഷണം വേണമെന്ന് പറയുന്നത്. ഏതായാലും ഇതിപ്പം ഞാൻ പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു കൈനോട്ടക്കാരൻ പറയുന്നവരായിരിക്കും, ആർക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇപ്പൊ നമ്മുടെ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ നേരത്തെ വീണ്ടും പറയുവാണ്, അഴീക്കൽ പോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യമില്ല. കാരണം ഇത് ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാരോ നേവിയോ കോസ്റ്റ് ഗാർഡോ ഒന്നും ഔദ്യോഗികമായി പുറത്തു വിട്ടിട്ടില്ല. ഒരു തീ അണയ്ക്കുന്ന സ്റ്റേജിലാണ് നമ്മളിപ്പം. ഒന്നും പറഞ്ഞാൽ അതിനൊരു വാലിഡിറ്റി ഇല്ല. ശരി, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ താങ്കൾ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്, താങ്കളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് അഡ്വക്കേറ്റ് വിജയ് മാത്യു, മാരിടൈം നിയമവിദഗ്ധൻ, നമ്മളോടൊപ്പം സംസാരിക്കുകയായിരുന്നു.